ഉള്ളി അരിയുമ്പോൾ ആളുകൾ കരയുന്നത് എന്തുകൊണ്ട്? ഒരുപക്ഷെ ഈ ചോദ്യം പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ചു കാണും, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചിന്തിച്ചു കാണും. അതിന്റെ പ്രധാന കാരണം ഉള്ളി മുറിക്കുമ്പോൾ ഉള്ളിയുടെ കോശങ്ങൾ വിണ്ടുകീറുകയും തുടർന്ന് LF എന്ന് പറയുന്ന ലാക്രിമാറ്ററി ഫാക്ടർ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണമാണ് ഉള്ളി മുറിക്കുമ്പോൾ ആളുകൾ കരയുന്നത്. നമ്മൾ മനുഷ്യർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പാചക ഘടകമായി ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ് സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി. ഭക്ഷണത്തിന് കൂടുതൽ രുചി ലഭിക്കുന്നതിന് വേണ്ടിയാണ് സവാള ഉപയോഗിക്കുന്നത്. എങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ഉള്ളി. വെളുത്തുള്ളി, ചുവന്നുള്ളി, ചൈനീസ് ഉള്ളി എന്നിവയുമായി അടുത്ത ബന്ധമുള്ള പച്ചക്കറിയാണ് സവാള. 2018 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ്. ലോകത്തെ മൊത്തം ഉള്ളി ഉൽപാദനത്തിന്റെ 19.1% ചൈനയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യ 14.4%. ഉള്ളി മുറിക്കുമ്പോൾ കരയുന്നത് റിഫ്ലെക്സീവ് കണ്ണീരിന്റെ ഫലമാണ്. സവാള കോശങ്ങൾ വിണ്ടുകീറിയതിന്റെയും തുടർന്ന് ലാക്രിമാറ്ററി ഫാക്ടറിന്റെ റിലീസാണ് കണ്ണുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. മനുഷ്യരുൾപ്പെടെയുള്ള സൂക്ഷ്മാണുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും സ്വയം പരിരക്ഷിക്കാൻ ഉള്ളി വികസിപ്പിക്കുന്ന പ്രതിരോധ ആയുധമാണ് ലാക്രിമാറ്ററി ഫാക്ടർ അഥവാ LF. എന്നിരുന്നാലും മനുഷ്യർ സവാളയുടെ പ്രത്യേക സ്വാദും ആരോഗ്യ ആനുകൂല്യങ്ങളും ആസ്വദിക്കാൻ ഉള്ളി മുറിക്കുമ്പോഴുണ്ടാകുന്ന കരച്ചിൽ സഹിക്കാൻ നിർബന്ധിതരാകുന്നു. ജലദോഷം ഭേദമാക്കാൻ റോമൻ ചക്രവർത്തിയായ നീറോ ഉള്ളി ഉൽപ്പാദിപ്പിച്ചതു മുതൽ ഉള്ളിക്ക് ഔഷധ ഗുണമുണ്ടെന്ന് അറിയപ്പെടുന്നു. പ്ലാഗ്, കോളറ തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയുന്നതിനും ഇവ സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു. വിറ്റാമിൻ A, വിറ്റാമിൻ B6, വിറ്റാമിൻ E, വിറ്റാമിൻ C എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഉള്ളിയിൽ ഉയർന്ന പോഷക മൂല്യമുണ്ട്. പ്രകൃതിദത്ത പഞ്ചസാര, പൊട്ടാസ്യം, ഇരുമ്പ്, സോഡിയം, ഭക്ഷണ നാരുകൾ എന്നിവയും ഉള്ളിയിലുണ്ട്. കൂടാതെ ഫോളിക് ആസിഡിന്റെ മികച്ച ഉറവിടമാണ് ഉള്ളി. ഒരു വ്യക്തി സവാളയെ അതിന്റെ അസംസ്കൃത രൂപത്തിൽ കഴിക്കുമ്പോഴാണ് ഈ ആരോഗ്യ ഗുണങ്ങളിൽ ഭൂരിഭാഗവും ലഭിക്കുന്നത്. ഉള്ളി ചതച്ചുകൊണ്ടോ മുറിച്ചോ അരിഞ്ഞോ ഉള്ളിക്കോശങ്ങളെ നശിപ്പിക്കുമ്പോൾ ലാക്രിമാറ്ററി ഫാക്ടർ സംശ്ലേഷണം ഉണ്ടാകുന്നു. സവാളയ്ക്കുള്ളിലെ അമിനോ ആസിഡിന്റെ സൾഫോക്സൈഡുകളെ എൻസൈം സൾഫനിക് ആസിഡാക്കി മാറ്റുന്നു. അപ്പോൾ സിൻ പ്രൊപ്പാനത്തിയൽ എസ് ഓക്സൈഡ് എന്നറിയപ്പെടുന്ന സൾഫർ സംയുക്തം വായുവിൽ പുറത്തുവരുന്നു. ഈ സംയുക്തം കണ്ണുകളിലേക്ക് വ്യാപിക്കുകയും കണ്ണുനീരുമായി കലർന്ന് സൾഫ്യൂരിക് ആസിഡ് രൂപപ്പെടുകയും ചെയ്യുന്നു. സൾഫ്യൂരിക് ആസിഡിന്റെ കത്തുന്ന സംവേദനം ഒരാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറപ്പെടുവിക്കുന്നു. ഉള്ളി മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയെ കഴുകിക്കളയുന്നതിനായാണ് കണ്ണുകൾ കണ്ണീർ പുറപ്പെടുവിക്കുന്നത്. കണ്ണിലെ ലാക്രിമൽ ഗ്രന്ഥിക്കാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തമുള്ളത്. ജാപ്പനീസ് ശാസ്ത്രജ്ഞർ ഉള്ളി മുറിക്കുമ്പോൾ കണ്ണീർ വരാത്ത ഉള്ളി വികസിപ്പിച്ചെടുത്തു. 2008 ന്യൂസിലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്രോപ്പ് ആൻഡ് ഫുഡ് റിസർച്ച് കണ്ണുനീർ ഉണ്ടാവാത്ത ഉള്ളി വിജയകരമായി സൃഷ്ടിച്ചു. ഉള്ളിയിലെ ലാക്രിമാറ്ററി ഫാക്ടറിന്റെ സ്വാഭാവിക സമന്വയം തടയുന്നതിന് ജീൻ ലൈസൻസിംഗ് ബയോടെക്നോളജി ഉപയോഗിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. എന്നിരുന്നാലും ഈ ഉള്ളിക്ക് സാധാരണ ഉള്ളിയുടെ തനതായ സ്വാദോ ഗുണങ്ങളോ ഉണ്ടാവില്ല. ഉള്ളി അരിയുമ്പോഴോ മുറിക്കുമ്പോഴോ കണ്ണീർ വരാതിരിക്കാനായി എന്തു ചെയ്യാം? നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സാധ്യമെങ്കിൽ ഒരു ഫാനിനടുത്ത് ഉള്ളി മുറിക്കാൻ ശ്രമിക്കുക. ഫാൻ കണ്ണുകളിൽ നിന്ന് വായുവിലെ ഉള്ളി തന്മാത്രകളെ ദൂരത്തേക്ക് കൊണ്ടുപോകും. അവ കണ്ണിലേക്ക് വരില്ല. കരച്ചിൽ തടയുന്നതിന്റെ മറ്റൊരു മാർഗം മുറിക്കുന്നതിന് മുൻപ് ഉള്ളി ശീതീകരിക്കുക എന്നതാണ്. അവസാനമായി സവാള മുറിക്കുന്നത് മുകളിൽ നിന്ന് താഴെയായിരിക്കണം. സവാള വേരുകളിൽ ഏറ്റവും കൂടുതൽ കണ്ണുകളെ അസ്വസ്ഥമാക്കുന്ന എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സവാള മുകളിൽ നിന്ന് താഴേക്ക് അരിയുന്നത് കരച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.